ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. എന്താ ചോദിച്ചിരിക്കുന്നത്? എ ബിഗ് ഡ്രോപ്പ് ഈസ് ഫോംഡ് ബൈ കൊലാക്സിംഗ് 100 സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ. കൊലാക്സിംഗ് എന്ന് വെച്ചാൽ എന്താ? കം ടുഗെദർ ടു മേക്ക് എ സിംഗിൾ മാസ് എന്നൊക്കെ പറയാം. ഹോൾ മാസ്. കം ടുഗെദർ എന്ന് വെച്ചാൽ കൂടിച്ചേരുക, അത്ര ഉദ്ദേശിക്കുന്നത്. ദ സർഫസ് എനർജി വിൽ ബിക്കം. യെസ്, നമുക്ക് നമ്മുടെ ചെറിയ ഡ്രോപ്പിന്റെ റേഡിയസ് 6 ആണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനത്തെ 1000 ഡ്രോപ്പുകൾ കൂടി ചേർന്നാണ് ഒരു ബിഗ് ഡ്രോപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവന്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എന്ന്. വളരെ ഈസി ആയിട്ട് പറയാം. ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കറിയാം എന്താ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ? ഇവരുടെ വോളിയം നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ശരിയാണ്, വോളിയം ഇക്വേറ്റ് ചെയ്യും. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? 4/3 πr³. സോ വോളിയം ഓഫ് ബിഗ് ഡ്രോപ്പ് അല്ലെ, വോളിയം ഓഫ് ബിഗ് വൺ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്താ? 1000 ടൈംസ് വോളിയം ഓഫ് സ്മോളർ ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പൊ വോളിയം കാണാൻ 4/3 πr³ സ്ഫിയർ ആണ്. സോ 4/3 πr³ വിച്ച് ഈസ് ഈക്വൽ ടു 1000 ടൈംസ് 4/3 πr³ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 4/3 π നമുക്ക് കട്ട് ചെയ്യാം. സോ ഇവിടുന്ന് R ഈക്വൽ ടു 10 ടൈംസ് R എന്ന് കിട്ടും. നമുക്ക് ക്യൂബ് റൂട്ട് എടുത്താൽ മതി. റേഡിയസിന്റെ റിലേഷൻ കിട്ടി. R ഈക്വൽ ടു 10 ടൈംസ് R എന്ന് കിട്ടി. യെസ്, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ സർഫസ് എനർജി വിൽ ബിക്കം. സർഫസ് എനർജി എത്ര ആയിട്ട് മാറിയെന്ന്. അപ്പൊ ഞാൻ ഇനീഷ്യൽ സർഫസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഇനീഷ്യൽ സർഫസ് എനർജി കാണാൻ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. ക്ലിയർ? അപ്പൊ സർഫസ് ഏരിയ 4π ഇനിഷ്യലി ആണ്. ഇനിഷ്യലി എന്ന് പറയുമ്പോൾ ചെറിയ ആളാണ്. ഇനിഷ്യലി എന്ന് പറയുമ്പോൾ ചെറിയ ഡ്രോപ്പുകളായിരുന്നു. അപ്പൊ 4π r². ശ്രദ്ധിക്കണേ, ഇനിഷ്യലി എന്ന് പറയുമ്പോൾ എന്താ? സർഫസ് എനർജി ആണ്. സർഫസ് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. സർഫസ് എനർജി. അപ്പൊ സർഫസ് ഏരിയ 4π r² ആണ്. അങ്ങനത്തെ 1000 ഡ്രോപ്ലെറ്റ് ഉണ്ട്. ഇനിഷ്യലി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇൻറ്റു സർഫസ് ടെൻഷൻ ഞാൻ S എന്നങ്ങ് എടുക്കുക. സർഫസ് ടെൻഷൻ S. ഓക്കെ, അപ്പൊ യു ഫൈനൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 4π r² ഇൻറ്റു സർഫസ് ടെൻഷൻ S എന്ന് എടുക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4π ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ടൈംസ് R ആണ്. അപ്പൊ 10 ടൈംസ് 4π r². അപ്പൊ 10 ടൈംസ് R ന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ ഒരു 100 r² വരും. സോ 100 r² ഇൻറ്റു S എന്ന് വരും. അപ്പൊ ഇനിയും ഈ ഇക്വേഷനോടെ നിങ്ങൾ ചുമ്മാ കമ്പയർ ചെയ്യുമ്പോൾ എന്താ? വളരെ ഈസി ആയിട്ട് പറഞ്ഞുകൂടെ? ഈ കാണുന്ന വാല്യൂവിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. ശരിയല്ലേ? ഇത് 100 അല്ലേ, ഇത് 1000 അല്ലേ. അപ്പൊ 100നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടും. എന്ന് വെച്ചാൽ ഇവൻ 10 ടൈംസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പറയാം യു ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ 10 ടൈംസ് യു ഫൈനൽ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈനൽ എനർജി ആണ്. സോ യു ഫൈനൽ ഈസ് ഈക്വൽ ടു യു ഇനിഷ്യൽ ബൈ 10 ആണ്. സോ 1/10 ആയിട്ട് മാറും. ക്ലിയർ? 1/10 ആയിട്ട് മാറും. ഓപ്ഷൻ 4. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കും.